അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചോട്ടോ. ഫ്രണ്ട്ഷിപ്പാണ് ടോപ്പിക്ക്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ടോപ്പിക് ആയിരിക്കും ഫ്രണ്ട്ഷിപ്പ്. കാരണം ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഞാൻ അതുപോലെ തന്നെ കുറേ നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ടുമുണ്ട്, ഇപ്പോഴുണ്ട്. നാട്ടിലായാലും ഖത്തറിലായി കഴിഞ്ഞാലും അത്യാവശ്യം ഞാൻ ഫ്രണ്ട് സർക്കിൾ കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതിന് കുറേ അഡ്വാൻറ്റേജസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഞാൻ പലയിടത്തും ചില ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, വളരെ ലിമിറ്റഡ് ഓഫ് ആൾക്കാരിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട്, ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് മാത്രം. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോകാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് മൾട്ടിപ്പിൾ ആൾക്കാരായിട്ട് മൾട്ടിപ്പിൾ ഫ്രണ്ട്സിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കുറേ വേണമെന്ന് ഞാൻ പറയില്ല, 5, 6, 7, 8 ആൾക്കാരെങ്കിലും വേണം മിനിമം. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഈ ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ അധികം വലിയ ബുദ്ധിമുട്ടുമില്ല. അതായത് ഇതിനൊരു ലിമിറ്റേഷൻ ഇല്ല, ഏജ് ഇല്ല, ജെൻഡർ ഇല്ല, അല്ലെങ്കിൽ കളറില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഫ്രണ്ട്ഷിപ്പിൽ വരുന്നുമില്ല. നിങ്ങൾ വളരെ കുറച്ച് ഫ്രണ്ട്സിനെ മാത്രം കീപ്പ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ആൾക്കാരായിട്ട് കണക്റ്റ് ആവുക. ചിലപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, 30 വയസ്സ് കഴിഞ്ഞാലൊക്കെ നമുക്കിങ്ങനെ ആൾക്കാരായിട്ട് എൻ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പണ്ട് സ്കൂളിലാകുമ്പോൾ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട്, എൻ്റെ കമ്പനിയിൽ അവിടെ വർക്ക് ചെയ്യുന്ന സെക്യൂരിറ്റി ആയിട്ട് ഞാനിപ്പോൾ നല്ല കമ്പനിയാണ്. കാരണം ഞാൻ പോയി സംസാരിക്കും, ഇടയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കൊടുക്കും. അപ്പോൾ ബന്ധങ്ങൾ എപ്പോഴും നല്ലതാണ്. ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ ഉണ്ടാക്കുക കേട്ടോ. ഇത് എൻ്റെ ഒരു സജഷനാണ്. ഞാൻ മുന്നേ ആലോചിക്കായിരുന്നു. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, +2 പഠിച്ചത്. ഞാൻ അവനായിട്ട് സ്കൂളിൽ ഉണ്ടാകുന്ന സമയത്ത് സംസാരിച്ചിട്ടേ ഇല്ല. അവൻ വേറെ ക്ലാസ്സിലായിരുന്നു. നമ്മൾ പിന്നീട് എപ്പോഴോ നാട്ടിലെ കുളത്തിൽ കുളിക്കാൻ പോകുമല്ലോ, ആ സമയത്താണ് അവനായിട്ട് കമ്പനി ആവുന്നത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല കണക്ഷൻ നമുക്ക് കിട്ടും. അങ്ങനെ ഉണ്ടായ ഫ്രണ്ട്സും നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. കമൻറ്റ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും വേറെ ദിവസം കാണാം. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, ബിൽഡ് ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ.